2022 നോർത്ത് കൊറിയയിലെ സൗത്ത് ഹാങ്വേ പ്രവിശ്യയിൽ ഒരു പബ്ലിക് സ്ഥലത്ത് തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകൾക്ക് മുൻപിലേക്ക് 22 വയസ്സുള്ള ഒരു ഫാം വർക്കറെ കൊണ്ടുവരികയും തുടർന്ന് ആ യുവാവിനെ ഫയറിംഗ് സ്ക്വാഡ് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സംഭവം നേരിട്ട് കണ്ട അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറയുന്നതനുസരിച്ച് ജഡ്ജിയാണെന്ന് കരുതപ്പെടുന്ന ഒരാൾ കുറ്റം ഉറക്കെ വായിച്ചത് ഇങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ 70 സൗത്ത് കൊറിയൻ പാട്ടുകൾ കേൾക്കുകയും 3 സൗത്ത് കൊറിയൻ സിനിമകൾ കാണുകയും അത് മറ്റ് 7 പേർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്തതിനാണ് ഈ ശിക്ഷ ലഭിച്ചത് എന്നാണ്. ഈ ക്രൂരമായ രംഗം കണ്ട് ആൾക്കൂട്ടത്തിൽ നിന്നവരെല്ലാം കുറച്ചു നേരത്തേക്ക് പേടിച്ച് മരവിച്ചുപോയി. അതിന് തൊട്ടു പിന്നാലെ എല്ലാവരും കയ്യടിക്കാനും തുടങ്ങി. കാരണം കയ്യടിക്കാതിരിക്കുന്നത് രാജ്യത്തോടുള്ള കൂറില്ലായ്മയായി കണക്കാക്കപ്പെടുമത്രേ. എന്നാൽ ആ ആൾക്കൂട്ടത്തിൽ കരഞ്ഞുകൊണ്ട് കയ്യടിക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ചോദ്യം ഇതാണ്, ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ് എന്തായിരുന്നു? സത്യത്തിൽ അവൻ K-pop മ്യൂസിക്, അതായത് സൗത്ത് കൊറിയൻ പാട്ടുകൾ കേട്ടു എന്നത് മാത്രമായിരുന്നു അവൻ്റെ തെറ്റ്. ഏകദേശം 26.6 മില്യൺ ആളുകൾ ജീവിക്കുന്ന നോർത്ത് കൊറിയ മരണശിക്ഷ ഒരു സാധാരണ കാര്യമായിട്ടുള്ള ലോകത്തെ തന്നെ വളരെ ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ്. നോർത്ത് കൊറിയ 3 രാജ്യങ്ങളുമായി ബോർഡർ പങ്കിടുന്നുണ്ട്. റഷ്യ, ചൈന, സൗത്ത് കൊറിയ എന്നിവയാണവ. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നോർത്ത് കൊറിയയിലെ ഒരുപാട് പൗരന്മാർ പലപ്പോഴും ബോർഡർ കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത കാലത്തായി ആയിരക്കണക്കിന് നോർത്ത് കൊറിയക്കാർ ബോർഡർ കടന്ന് ചൈനയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നോർത്ത് കൊറിയയിൽ നിന്ന് വരുന്നവരെ ചൈന അഭയാർത്ഥികളായി അംഗീകരിക്കുന്നില്ല. പകരം അവരെ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കി നോർത്ത് കൊറിയൻ അധികാരികൾക്ക് തന്നെ തിരികെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. 2023 ഒക്ടോബറിൽ മാത്രം സുരക്ഷ തേടി ചൈനയിലേക്ക് കടന്ന ഏകദേശം 600ഓളം നോർത്ത് കൊറിയക്കാരെ ചൈനീസ് അധികാരികൾ ഫലമായി തിരിച്ചയച്ചിട്ടുണ്ട്. ചൈനയെക്കുറിച്ചുള്ള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടവരിൽ പലരെയും നോർത്ത് കൊറിയൻ പട്ടാളക്കാർ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ആ ഗ്രൂപ്പിലെ 11 സ്ത്രീകൾക്കെങ്കിലും മരണശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിച്ചെന്നുമാണ്. പേടി കാരണം ഇനി ആരും ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം നാട്ടുകാരുടെ ഇടയിൽ അവർ പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാജ്യം ഇത്രയും ഒറ്റപ്പെട്ടതുകൊണ്ട് തന്നെ ഉള്ളിലെ വാർത്തകളൊന്നും എളുപ്പത്തിൽ ലോകം അറിയില്ല. എങ്കിലും മനസ്സ് മരവിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരാറുണ്ട്. അടുത്തിടെ നോർത്ത് കൊറിയൻ പൗരന്മാരായ കുറേ പേരെ പബ്ലിക്കായി വെടിവെച്ച് കൊന്നത് ഇതിന് ഉദാഹരണമാണ്. അവരിൽ മിക്കവരും ചെറുപ്പക്കാരായിരുന്നു. സൗത്ത് കൊറിയൻ K-pop മ്യൂസിക്കും ഡ്രാമകളും കണ്ടു അല്ലെങ്കിൽ ഷെയർ ചെയ്തു എന്നതായിരുന്നു അവർ ചെയ്ത തെറ്റ്. കാരണം സൗത്ത് കൊറിയൻ കൾച്ചർ ഒരു വിഷം നിറഞ്ഞ ക്യാൻസർ ആണെന്നാണ് ഇവിടുത്തെ സുപ്രീം ലീഡർ കിം ജോങ് ഉൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ ഫാഷൻ, മ്യൂസിക്, പ്രൊഡക്റ്റുകൾ, മേക്കപ്പ് എന്നിവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കാൻ ഇവിടുത്തെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കൂടാതെ 2020 ഇവിടെ ഒരു നിയമവും പാസാക്കി. ഏതെങ്കിലും നോർത്ത് കൊറിയൻ പൗരൻ സൗത്ത് കൊറിയൻ എൻ്റർടൈൻമെൻറ്റിൽ പങ്കെടുത്താൽ മരണശിക്ഷ വരെ നൽകാം എന്നതാണ് അതിൽ പറയുന്നത്. സത്യത്തിൽ കിം വിശ്വസിക്കുന്നത് സൗത്ത് കൊറിയൻ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ കാരണം സ്വന്തം നാട്ടിലെ പൗരന്മാർക്കിടയിൽ ഒരു വിപ്ലവ ചിന്താഗതി ഉണ്ടാകുമെന്നും അത് പിന്നീട് കിമ്മിനെതിരെ തിരിയാൻ കാരണമാകുമെന്നുമാണ്. നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ ഇവിടുത്തെ അധികാരികൾ പഴയ കാലത്തെ പോലെ ആളുകളെ വലിയ പബ്ലിക് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് ശിക്ഷിക്കാറുണ്ട്. പൗരന്മാർക്കിടയിൽ വലിയ പേടി ഉണ്ടാക്കാൻ വേണ്ടിയാണിത്. പക്ഷേ ഇവിടുത്തെ TV ചാനലുകളിൽ നോർത്ത് കൊറിയയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമെന്നും രാജ്യത്തെ സുപ്രീം ലീഡറായ കിം ജോങ് ഉൻ ഒരു ദൈവത്തിന് തുല്യനാണെന്നും പറയുന്നു. അതിനാൽ ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോകളെ പോലും ബഹുമാനിക്കണമെന്നും പറയുന്നു. 2020 നോർത്ത് കൊറിയയിലെ ഉൻചോൺ ടൗണിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ തീപിടിച്ചു. ആ സ്ത്രീ സ്വന്തം ജീവൻ പണയം വെച്ച് ആ കത്തുന്ന വീട്ടിൽ നിന്ന് തൻ്റെ 2 കുട്ടികളെ രക്ഷപ്പെടുത്തി. പക്ഷേ ഈ സംഭവത്തിന് ശേഷവും ആ സ്ത്രീക്ക് ശിക്ഷ ലഭിച്ചു. അവളുടെ തെറ്റ് ഇതായിരുന്നു. അവൾ ആ തീയിൽ നിന്ന് കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു. പക്ഷേ ചുവരിൽ തൂക്കിയിരുന്ന സുപ്രീം ലീഡറുടെ ഫോട്ടോ രക്ഷിക്കാൻ മറന്നുപോയി. മറുവശത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാജ്യത്തെ നേതാവിൻ്റെ ഫോട്ടോ രക്ഷിച്ച ഒരു അയൽക്കാരനെ സ്റ്റേറ്റ് മീഡിയ ഹീറോ ആയി പുകഴ്ത്തി. എന്നാൽ ആ സ്ത്രീയെ പബ്ലിക്കായി വഴക്ക് പറയുകയും ചെയ്തു. മനുഷ്യജീവനേക്കാൾ ഫോട്ടോകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ രീതി നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടവർ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. കുട്ടിക്കാലം മുതലേ കിം കുടുംബത്തിൻ്റെ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ചരിത്രം വളർത്തിയെടുക്കാൻ ഇവിടെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളെ അവിടെ പഠിപ്പിക്കുന്നത് നോർത്ത് കൊറിയ ഔദ്യോഗികമായി അംഗീകരിച്ച ഹിസ്റ്ററി മാത്രമാണ്. ജപ്പാൻ, സൗത്ത് കൊറിയ, അമേരിക്ക തുടങ്ങിയ ക്രൂരന്മാരായ രാജ്യങ്ങളുടെ കൈകളിൽ നിന്നും കിം കുടുംബം നോർത്ത് കൊറിയയെ എങ്ങനെ രക്ഷിച്ചു എന്നാണ് അവരെ അവിടെ പഠിപ്പിക്കുന്നത്.
ഇവിടെ സയൻസ് ആയാലും ആർട്സ് ആയാലും ഏത് വിഷയത്തിലെ വിദ്യാർത്ഥികൾക്കും കിമ്മിനെ പുകഴ്ത്തണം. മഹാനായ നേതാവ് കിം ഇൽ സുങ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചു, മഹാനായ നേതാവ് കിം ജോങ് ഉൻ ഞങ്ങൾക്ക് ഈ അറിവ് നൽകി തുടങ്ങിയ വാചകങ്ങൾ അവരുടെ എസ്സേകളിൽ അവർ ഉൾപ്പെടുത്തണം. സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷവും സ്കൂളിൽ പഠിപ്പിച്ച അതേ ചരിത്രം തന്നെ അവർ TV ചാനലുകളിലും കാണുന്നു. ഈ രീതിയിൽ പതിയെ അവരുടെ മനസ്സുകളെ അവർക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുന്നു. 17 വയസ്സുവരെ ഈ സിസ്റ്റത്തിൽ വളർന്നതിന് ശേഷം ഇവിടുത്തെ ഓരോ പൗരനും മിലിറ്ററിയിൽ ചേരേണ്ടത് നിർബന്ധമാണ്. 2023 വന്ന മാറ്റങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ 10 വർഷം വരെയും സ്ത്രീകൾ ഇപ്പോൾ 8 വർഷം വരെയും സേവനം ചെയ്യണം. എന്നാൽ കാഴ്ചയിൽ നല്ല സൗന്ദര്യമുള്ളവരായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളെ മിലിറ്ററിയിലെ ഒരു പ്രത്യേക യൂണിറ്റിലേക്ക് അയക്കും. ഇത് കൊറിയൻ ഭാഷയിൽ കിപ്പുഞ്ചോ എന്നും ഇംഗ്ലീഷിൽ പ്ലഷർ സ്ക്വാഡ് എന്നും അറിയപ്പെടുന്നു. മുൻകാല അംഗങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 2000-ഓളം സ്ത്രീകളുള്ള ഈ യൂണിറ്റ് കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിനോദവും ലൈംഗിക സേവനങ്ങൾ ഉൾപ്പെടെ നൽകുന്നു അത്രേ. സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഗ്രേഡ് അനുസരിച്ച് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കും. അവിടെ അവരെ പഠിപ്പിക്കുന്നത് മിസൈൽ ടെക്നോളജിയെക്കുറിച്ചാണ്. നോർത്ത് കൊറിയയിൽ ഏതെങ്കിലും മതം വിശ്വസിക്കുന്നത് വളരെ വലിയൊരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ബൈബിൾ കയ്യിൽ വെക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഭക്തിഗാനങ്ങൾ പാടുന്നതോ അല്ലെങ്കിൽ ഒരു മിഷണറിയുമായി ഏതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നതോ പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിൽ ജയിലിലടക്കപ്പെടാൻ കാരണമാകും. അവിടെ നിന്ന് രക്ഷപ്പെട്ടവരും ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളും പറയുന്നതനുസരിച്ച് വീട്ടിൽ നിന്ന് ഒരു ബൈബിൾ കിട്ടിയതിൻ്റെ പേരിൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തെയും ഒന്നിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ടത്രേ. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കനുസരിച്ച് 50,000-നും 70,000-നും ഇടയിൽ നോർത്ത് കൊറിയക്കാർ ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം പ്രിസൺ ക്യാമ്പുകളിൽ തടവിലാണ് എന്നാണ്. ആരുടെ കയ്യിലാണ് ബൈബിൾ ഉള്ളത് അല്ലെങ്കിൽ ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെയുള്ള ഈ സീക്രട്ട് ഇൻഫർമേഷനുകൾ പലപ്പോഴും അധികാരികളെ അറിയിക്കുന്നത് എല്ലാ കമ്മ്യൂണിറ്റികളിലുമുള്ള അയൽക്കാരായ ഇൻഫോർമർമാരാണ്. നോർത്ത് കൊറിയയെക്കുറിച്ചുള്ള വിചിത്രമായ ഒരു വസ്തുത എന്തെന്നാൽ ഇവിടുത്തെ സ്ത്രീകൾ പലപ്പോഴും മാർക്കറ്റിലെ ചില അനൗദ്യോഗിക ജോലികളിലൂടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നു എന്നതാണ്. പല വീടുകളിലും ഭൂരിഭാഗം ചിലവുകളും നടക്കുന്നത് സ്ത്രീകളുടെ വരുമാനം കൊണ്ടാണ്. എന്നാൽ ഈ പണം കൂടുതലും വരുന്നത് ഒട്ടും ഒഫീഷ്യൽ അല്ലാത്ത വഴികളിലൂടെയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ഥിരതയുള്ള ജോലി മിലിറ്ററിയിലോ സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലോ ആണ്. മാത്രമല്ല ഇതാണ് അവിടെ ലഭ്യമായ ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലികളും. മറ്റ് ഫീൽഡുകളിലെ ജോലികൾക്ക് ഇവിടുത്തെ ശരാശരി മാസശമ്പളം ഏകദേശം $3-4 തുല്യമാണ്. അരി പോലുള്ള അത്യാവശ്യ സാധനങ്ങളുടെ വില പലപ്പോഴും ഒരു മാസത്തെ മുഴുവൻ ശമ്പളത്തേക്കാൾ കൂടുതലാണ്. അതിനർത്ഥം ഒരു മാസം മുഴുവൻ ജോലി ചെയ്താൽ പോലും പലർക്കും ആവശ്യത്തിന് ഭക്ഷണം വാങ്ങാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ ഫാക്ടറി ജോലി അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുന്ന പൗരന്മാരുടെ അവസ്ഥ ഇതിലും മോശമാണ്. അവർക്ക് ഇതിലും കുറഞ്ഞ തുക മാത്രമേ സമ്പാദിക്കാൻ കഴിയൂ. ഇത്രയും കുറഞ്ഞ പണം വെച്ച് അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പട്ടാളക്കാരൻ പറഞ്ഞത് അവരുടെ ആർമിയിൽ ദിവസവും കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ച് അരിയുള്ള ഒരു ബൗൾ ചോളപ്പൊടി, ഒരു ബൗൾ സാലഡ്, വെള്ളം പോലെയുള്ള സോയാബീൻ സൂപ്പിൻ്റെ കൂടെ കുറച്ച് മുള്ളങ്കി എന്നിവയായിരുന്നു എന്നാണ്. ഈ കാരണം കൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് അവർ സ്വന്തമായി ഭക്ഷണം വാങ്ങാറുണ്ടായിരുന്നു. എന്നിരുന്നാലും നോർത്ത് കൊറിയയിൽ പുകയിലയും മദ്യവും വളരെ വിലക്കുറവാണ്. കടയിൽ നിന്ന് മദ്യം വാങ്ങാൻ കഴിയാത്ത മിക്ക നോർത്ത് കൊറിയക്കാരും ഉരുളക്കിഴങ്ങും ചോളവും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ മദ്യമുണ്ടാക്കി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പോലെ അത് കുടിക്കുന്നു. ഇവിടെ ഗവൺമെൻറ് വീട്ടിലുണ്ടാക്കുന്ന മദ്യത്തിനെതിരെ വലിയ നടപടികൾ എടുക്കാറില്ല. എന്നാൽ സൗത്ത് കൊറിയൻ മ്യൂസിക് കേൾക്കുന്നതോ ബൈബിൾ വായിക്കുന്നതോ വളരെ കർശനമായി അടിച്ചമർത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം നോർത്ത് കൊറിയൻ കുടുംബങ്ങളിൽ വലിയൊരു ശതമാനത്തിനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലേബർ ക്യാമ്പിൽ അടക്കപ്പെട്ട ഒരു അംഗമെങ്കിലും ഉണ്ടാകും. നോർത്ത് കൊറിയയിലെ പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പുകളിൽ ഏത് സമയത്തും ഏകദേശം 80,000 മുതൽ 2 ലക്ഷത്തോളം വരെ ആളുകൾ തടവിലുണ്ട്. അവരോടൊപ്പം അവരുടെ കുട്ടികളെയും കൂട്ടായ ശിക്ഷാവിധി പ്രകാരം ജയിലിൽ അടച്ചിട്ടുമുണ്ട്. അവർ രാവിലെ മുതൽ രാത്രി വരെ മൈനിങ്ങിലും കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും ജോലി ചെയ്യണം. തടവുകാർക്ക് നിയമപരമായ അവകാശങ്ങളോ സംരക്ഷണങ്ങളോ ഇല്ലാത്തതുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് അവിടെ ഒരു സാധാരണ സംഭവമാണ്. ഈ ക്യാമ്പുകളിലെ നിയമങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കുന്നത് അവിടുത്തെ ഗാർഡുകളാണ്. അത് ഏത് നിമിഷവും മാറിയേക്കാം. ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ മരണശിക്ഷ വരെ ലഭിക്കുകയും ചെയ്യും. ഈ ക്യാമ്പുകളിൽ ഒന്നിൽ ജനിച്ച് പിന്നീട് അമേരിക്കയിലേക്ക് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഉള്ളിൽ വളരുമ്പോൾ ഈ വേലികൾക്ക് പുറത്ത് ഒരു
ലോകമുണ്ടെന്ന് തനിക്കറിയില്ലായിരുന്നു എന്നാണ്. വിശപ്പും വേദനയും മാത്രമേ അവന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ക്യാമ്പുകളിൽ സ്നേഹമല്ലെങ്കിൽ കുടുംബം എന്നൊരു കൺസെപ്റ്റ് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം മോഷ്ടിച്ചതിനുള്ള ശിക്ഷയായി ഒരു തടവുകാരൻ്റെ കയ്യും കാലും കെട്ടി എരിയുന്ന തീക്ക് മുകളിൽ പിടിച്ചിരുത്തുന്നത് താൻ നേരിട്ട് കണ്ടതായി അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ തൻ്റെ കൺമുൻപിലിട്ട് അമ്മയെയും സഹോദരനെയും കൊന്നതായും, പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും തനിക്ക് സങ്കടം തോന്നിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അവർ നിയമങ്ങൾ തെറ്റിച്ചുവെന്നും അതുകൊണ്ട് അവർക്ക് ശിക്ഷ ലഭിച്ചുവെന്നും മാത്രമേ തനിക്കറിയാമായിരുന്നുള്ളൂ എന്നതായിരുന്നു. ഈ ക്യാമ്പുകളിലെ പണിക്കാരെ നിലനിർത്താൻ വേണ്ടി ഗാർഡുകൾ ക്യാമ്പുകൾക്കുള്ളിൽ വിവാഹങ്ങൾ നടത്തിക്കൊടുക്കും. അതിലൂടെ തടവുകാർ അടുത്ത തലമുറയിലെ പണിക്കാരനാകാനുള്ള കുട്ടികൾക്ക് ജന്മം നൽകുകയാണ് ചെയ്യുന്നത്. ഏതായാലും സൗത്ത് കൊറിയയിലെ ഈ ക്രൂരമായ ശിക്ഷാവിധികളെക്കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചും നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.